ഹിറാ ഗുഹയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അതേമാതിരി ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന് ഇരുന്ന കല്ലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടം വരെ എങ്ങനെ എത്താമെന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതാണ് കേട്ടോ ജബലുന്നൂർ. ജബലുന്നൂറിൻ്റെ മുകളിലാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യേണ്ടത്. അങ്ങനെ പുലർച്ചെ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബഹിനോട് മുന്നോടിയായ സമയം കേട്ടോ ഏറ്റവും നല്ലത് ഹിറാ ഗുഹയിലോട്ട് കയറാൻ. വെയിലൊക്കെ ആകുമ്പോഴത്തേന് മുകളിൽ എത്തണമാണ് എപ്പോഴും ബെറ്റർ. കയറുമ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഹിറാ ഗുഹയിലോട്ടുള്ള വഴി ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിട്ടോ. ഇതാണ് കേട്ടോ ഹിറാ ഗുഹയിലോട്ടുള്ള തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. ജബലുന്നൂറിന്റെ മുകളിൽ നിന്ന് ക്ലോക്ക് ടവർ ഒക്കെ ശരിക്കും കാണാം കേട്ടോ. നല്ല തിരക്കായിരുന്നു. എല്ലാ ഗ്രൂപ്പുകാരും ഈ സമയം ടോപ്പ് ചെയ്യുന്നുണ്ട്, കാരണം വെയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതേമാതിരി ജബലുന്നൂറിന്റെ മുകളിൽ നിന്ന് മക്കന്റെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇന്ന് കൊള്ളും തോന്നുന്നു. വേറെ വഴിയില്ല, ഇങ്ങനെ തന്നെ വരണം. കുടുങ്ങോ? അതാ പറഞ്ഞ എല്ലാരും കൂടി പോയിട്ട് ജാമാ നിക്കണ്ട. ഇതാണ് ഹിറാ ഗുഹ. ഇന്ന് കൊള്ളും തോന്നുന്നു. അവിടെ കുറെ ഉള്ളിൽ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളിലെത്തിട്ടോ. കുറച്ച് തടിയുള്ളവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായി, കാരണം അത്രക്കും നാരോ പാസേജാണ്. ഞാൻ ആ പോയ സമയത്ത് കുറച്ച് തടി ഉണ്ടായിരുന്നു. ഇതുണ്ടല്ല മുകളിൽ നിന്നൊക്കെ ആൾക്കാർ ചാടാനായിട്ട് നിൽക്കണേ. ഇവരൊക്കെ അധികം കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെയുള്ള ഗ്രൂപ്പുകാരായിരുന്നു. ഇവരൊക്കെ എന്ത് വന്നാലും കണ്ടിട്ടേ പോകുന്നുള്ള നിലയിലായിരുന്നു. അവസാനം ഞങ്ങൾ കുറച്ച് മലയാളി ഗ്രൂപ്പ്സ് കോർഡിനേറ്റ് ചെയ്ത് കുറച്ച് സമയം ഞങ്ങൾക്കായിട്ട് അവർ അലോട്ട് ചെയ്ത് തന്നിട്ടാ. ഇതായിരുന്നു ഒരു +2 മൂമെന്റ് ആയിരുന്നു ഇത്. റസൂലുള്ള ഇരുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, ഖുർആൻ ഇറക്കപ്പെട്ട സ്ഥലം, അതേപോലെ റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയ സ്ഥലം, അതേമാതിരി ജിബ്രീൽ വന്നുകൊണ്ട് വഹി കൊടുത്ത സ്ഥലം, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹിറാ ഗുഹ. സംഭവം ഞങ്ങൾക്കൊരു 20 സെക്കൻഡ് പോലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അൽഹംദുലില്ലാ കുറെ പ്രായമുള്ള ആൾക്കാർക്കൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. അതേമാതിരി കുറെ ആൾക്കാർ കയറിയിട്ട് തിരക്കണ്ട് മടങ്ങിപ്പോയവരുണ്ടായിരുന്നു. പിന്നെ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഷൂസൊക്കെ നിർബന്ധമായിട്ട് ഇടുക കേട്ടോ, കാരണം നല്ല ട്രക്കിംഗ് ആണ്. ഇതേമാതിരി പാറൊക്കെ ഇങ്ങനെ കുത്തനെ കയറാണ്ടാവും കേട്ടോ, കുത്തി പിടിച്ച് ഇങ്ങനെ കയറാണ്ടാവും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള ശ്രമത്തിലാണ്. ശ്രദ്ധിച്ചോളെ. എങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു നിലയിലെത്തിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ മനസ്സിക്കൊരു സമാധാനമായിട്ടോ, പുറത്തെത്താനായി എന്നുള്ള. അങ്ങനെ സൂര്യോദയം കണ്ടിട്ടോ. ഇവിടുന്ന് നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നേരെ ക്ലോക്ക് ടവർ കണ്ടില്ല, അവിടെയാണ് ഹറം. അങ്ങോട്ട് കിബിലക്ക് മുന്നിട്ട് നമുക്ക് ഇവിടുന്ന് നിസ്കരിക്കാം. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് സുബഹി നിസ്കരിച്ച് കണ്ടാണ് ഹിറാ ഗുഹയ്ക്കാണ് കയറിയത്. ഈ തിരക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഹിറാ ഗുഹയിൽ കയറൽ ഇത്ര സ്ട്രെയിൻ കിട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കുള്ളെങ്കിൽ നാരോ പാസേജ് നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാനുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വേ പാസ് ചെയ്യുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നത്. ഇതുണ്ടില്ല, ഇപ്പോൾ അവിടെ തിരക്ക് കുറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ മെല്ലെ ജബലുന്നൂർ ഇറങ്ങി തുടങ്ങിയിട്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. മക്ക സിറ്റിന്റെ അടിപൊളി വ്യൂ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഈ ഇറങ്ങേണ്ട വേറൊരു എക്സ്പീരിയൻസ് ആണ്. കയറി അത്ര സ്ട്രെയിൻ ഇല്ല, എന്നാൽ നല്ല വ്യൂവും കിട്ടുന്നുണ്ട്. രാത്രി കയറുമ്പോൾ ലൈറ്റിന്റെ വ്യൂ വേറെ രസമാണ്. സുബഹിന്റെ സമയം കയറിയോണ്ടാവട്ടോ ചിലപ്പോൾ ഇത്ര തിരക്ക്. പിന്നെ ഞങ്ങൾ ലോഹർക്കൊക്കെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി കുറെ സമയം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വെയിലുണ്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ താഴെ എത്താനായി. പിന്നെ എല്ലാവരും നല്ല ടയർഡ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം റൂമിൽ തന്നെ വിട്ടുവിട്ടാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്.